ഇനി പറയാൻ പോകുന്നത് ഒരു ചെറുനാരങ്ങ അത് ലേലത്തിൽ പോയതിനെ കുറിച്ചാണ്. 35,000 രൂപയ്ക്കാണ് ലേലത്തിൽ ഒരു നാരങ്ങ വാങ്ങിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ നാരങ്ങയ്ക്ക് ഞെട്ടിക്കുന്ന വിലയെന്ന് പലരും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും. ആ നാരങ്ങയാണ് 35,000 രൂപയ്ക്ക് വിറ്റുപോയത്. കൂടുതൽ കാര്യങ്ങൾ KB ശ്രീധരനായിരിക്കും നമുക്ക് പറഞ്ഞു തരിക. KB ശ്രീധരനുണ്ട്. ശ്രീധര, അത് ഇങ്ങനെ ഇത്തിരി പോകുന്നൊരു നാരങ്ങയാണ്, വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ളൊരു കാര്യം കൂടിയാണ്. എന്തുകൊണ്ടാണ് ഈ നാരങ്ങയ്ക്ക് ഇത്ര ഡിമാൻഡ്? ഇത് തമിഴ്നാട്ടിലെ ശിവഗിരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഗ്രാമത്തിലെ പഴപ്പൂസയ്യൻ എന്നുള്ള ഒരു ക്ഷേത്രം, ആ ഒരു ദേവതയുടെ ക്ഷേത്രത്തിലാണ് ഈ നാരങ്ങ ഉണ്ടായിരുന്നത്. ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് ആ ക്ഷേത്രത്തിൽ അന്ന് പൂജിച്ച ഒരു നാരങ്ങയാണിത്. ഈ നാരങ്ങ വാങ്ങിക്കുന്നവർക്ക് വലിയ ഐശ്വര്യവും അതുപോലെ തന്നെ സമ്പത്തും ഒക്കെ കിട്ടുമെന്നുള്ളതാണ് വിശ്വാസം. അതിൻ്റെ ഭാഗമായിട്ടാണ് വലിയ വാശിയേറിയ ലേലം ആ ക്ഷേത്രത്തിൽ നടന്നത്. അങ്ങനെ ഏതാണ്ട് ഒരു 15ലധികം ആളുകൾ ഈ ലേലത്തിൽ പങ്കെടുത്തു. കേവലം ഒരു 2-3 രൂപയ്ക്ക് കിട്ടുന്ന നാരങ്ങയ്ക്കാണ് ഇങ്ങനെ ലേലം വിളിച്ച് വാശി കയറി 35,000 രൂപ വരെ എത്തിയത്. ഈറോഡ് സ്വദേശിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ നാരങ്ങ വാങ്ങിയത്. ഏതായാലും ശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി നിരവധി ആളുകൾ എത്തുന്ന ഒരു ക്ഷേത്രമാണ് ഈ പഴപ്പൂസയ്യൻ ക്ഷേത്രം എന്ന് പറയുന്നത്. നിലവിൽ ഈ 35,000 രൂപയുടെ നാരങ്ങ ലഭിച്ചു അല്ലെങ്കിൽ ലേലത്തിൽ പോയി എന്നുള്ള വാർത്ത കേട്ടുകൊണ്ട് തന്നെ ആ ക്ഷേത്രത്തിലേക്ക് ഇപ്പോൾ ആളുകൾ കൂടുതൽ വരുന്നു എന്നുള്ള റിപ്പോർട്ടുകളും ചില തമിഴ് പ്രാദേശിക മാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ പണ്ട് ഈ ഗണേശ ചതുർത്ഥിയുമായി ബന്ധപ്പെട്ട് ചില ലേലങ്ങൾ ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് നടന്നിരുന്നു. വലിയ ലഡ്ഡു ഒക്കെ ലേലത്തിൽ പോയി 1 കോടി രൂപയ്ക്കൊക്കെ ഒരു ലഡ്ഡു ലേലത്തിൽ പോയ വാർത്തകളൊക്കെ നമ്മൾ മുൻപും തത്സമയ റിപ്പോർട്ടറിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഏതായാലും ആ കൂട്ടത്തിലേക്കാണ് ഈ ഒരു കുഞ്ഞു നാരങ്ങ ഒരു 35,000 രൂപ വിലമതിക്കുന്ന തരത്തിലേക്ക് വളർന്ന ഒരു വാർത്ത കൂടി വരുന്നത്. വിശ്വാസം ഒരു വഴിക്ക് നടക്കുന്നു, മറുവഴിക്ക് ഇത്രയൊക്കെ പൈസ ഇതിന് ചെലവാക്കേണ്ടതുണ്ടോ എന്നുള്ള ഒരു ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. എന്നാൽ പോലും അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ്, വിശ്വാസമാണ്. അതിൻ്റെ വഴിക്ക് തന്നെ പോട്ടെ. ശരിയാണ് ശ്രീധര, അതിന്റെ വഴിക്ക് തന്നെ വിട്ടേക്ക്. എന്തായാലും അടുപ്പിച്ചുള്ള 2 വാർത്തകളും അത് കൗതുകം നിറഞ്ഞതായിരുന്നു, ഞെട്ടിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. വലിയ ആസ്തിയൊക്കെയുള്ള ഒരു ഭിക്ഷക്കാരനും അതേപോലെ തന്നെ 35,000 രൂപയ്ക്ക് ലേലം പോയൊരു നാരങ്ങ. ശരി ശ്രീധര.